താൽക്കാലിക വി.സി നിയമനത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ അപ്പീൽ നൽകും. താൽക്കാലിക വി.സി നിയമനത്തിൽ യു.ജി.സി ചട്ടം ബാധകമല്ലെന്ന പരാമർശത്തിൽ വ്യക്തത തേടിയാകും സുപ്രീം കോടതിയെ സമീപിക്കുക. വി.സി നിയമനം വേഗത്തിലാക്കാനാണ് സർക്കാർ നീക്കം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് പുതിയ വി.സിമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ ഉടൻ ഗവർണർക്ക് കൈമാറും. അതേസമയം കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഒരു ഭാഗത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, മറുഭാഗത്ത് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വിധി, അതിലും വ്യക്തത തേടി സുപ്രീം കോടതിയിലേക്ക് ഗവർണർ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആത്യന്തികമായി വലിയ പ്രതിസന്ധി തന്നെ തുടരുന്ന പശ്ചാത്തലമല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്? അഭിലാഷ, ഇന്നലെ ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ സർക്കാർ ക്യാമ്പ് ഇടതുമുന്നണി വലിയ ആവേശത്തിലായിരുന്നു. കാരണം ഗവർണർക്ക് വലിയ തിരിച്ചടി കിട്ടി എന്ന വിലയിരുത്തലാണ് അവിടെ ഉണ്ടായത്. അക്ഷരാർത്ഥ ഗവർണർക്ക് തിരിച്ചടി തന്നെയാണ്. കാരണം സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞ കേസ് അതേ പരാമർശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിക്കളയുമ്പോൾ ഗവർണർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് എടുത്ത തീരുമാനമാണെങ്കിൽ പോലും സ്വാഭാവികമായി അതിന്റെ തുടർച്ചയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കും അത് തിരിച്ചടി തന്നെയാണ്. സർക്കാർ ഉടൻ പറഞ്ഞത് വലിയ ആത്മവിശ്വാസ പ്രതികരണങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തും CPM നേതാക്കളുടെ ഭാഗത്തുമൊക്കെ ഉണ്ടായി. സർക്കാർ ഉടനടി അടുത്ത നീക്കം നടത്തും. അതായത് ഈ താൽക്കാലിക വി.സിമാരെ വീണ്ടും നിയമിക്കാനുള്ള, അതായത് ഈ രണ്ടിടത്തും സർക്കാരിന്റെ പാനലിൽ നിന്ന് പുതിയ പാനൽ ഗവർണർക്ക് നൽകുകയും വി.സിമാരെ നിയമിക്കുകയും ചെയ്യുമെന്ന ഒരു പ്രഖ്യാപനം സർക്കാർ നടത്തി. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. പക്ഷേ ഇന്ന് ഗവർണർ പിന്നോട്ടില്ല. ഗവർണർ പറഞ്ഞത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനാണ് തീരുമാനം. അത് UGC ചട്ടത്തിൽ, അത് ഈ താൽക്കാലിക വി.സി നിയമനങ്ങളിൽ UGC ചട്ടം ബാധകമല്ല എന്ന ഈ വിധി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിലെ പരാമർശത്തിൽ വ്യക്തത തേടി സുപ്രീം കോടതി സമീപിക്കാൻ രാജ്ഭവന്റെ തീരുമാനം. ആ തീരുമാനം വന്ന ശേഷം സർക്കാർ കേന്ദ്രങ്ങളിൽ ഒരു മൗനമുണ്ട്. അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? വളരെ വേഗത്തിൽ പട്ടിക, എത്ര വേഗത്തിൽ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാകുമോ അതിന് തൊട്ടു പിന്നാലെ പുതിയ പട്ടിക നിലയിലായിരുന്നു സർക്കാർ ഉള്ളത്. പക്ഷേ ഇതുവരെയും അത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് വൈകിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അവ്യക്തതയുള്ളത്. കാരണം സർക്കാരിന് സ്വാഭാവികമായും ഗവർണർ സുപ്രീം കോടതി പോകുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. സർക്കാരിന് പുതിയ പട്ടിക ഗവർണർക്ക് നൽകാം. രണ്ട് വകുപ്പുകളാണ് നൽകേണ്ടത്. ഒന്ന്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രി അനുമതിയോടുകൂടിയാണ് അവിടത്തേക്കുള്ള VCയുടെ പാനൽ നൽകേണ്ടത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആ രീതിയിൽ മന്ത്രിയുടെ അനുമതിയോടുകൂടി പട്ടിക ഗവർണർ കൈമാറേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരം നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സർക്കാരിന്റെ നീക്കമെന്ന് വ്യക്തമല്ല. പ്രത്യേകിച്ച് ഗവർണർ ഒരു പിന്മാറ്റത്തിന് പകരം കുറച്ചുകൂടി അഗ്രസീവായ ഒരു നിലപാടിലേക്ക് അപ്പീൽ പോകാൻ തീരുമാനമെടുക്കുമ്പോൾ സർക്കാർ എന്താണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ എന്നൊരു സംശയം സ്വാഭാവികം ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുമില്ല. ഏതായാലും ഇതിനപ്പുറത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ടതല്ല. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കോടതി വഴി, നിയമം വഴി ഒരു പരിഹാരം തേടാമെന്നതാണ് സർക്കാരിന്. പക്ഷേ അങ്ങനെ തേടുമ്പോഴും അത് കാലതാമസം ഉണ്ടാക്കും. പ്രശ്നങ്ങൾ വളരെയധികം സങ്കീർണമാകും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു നിർദ്ദേശം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സമവായ വഴി സർക്കാർ തേടുകയാണോ? ഈ കോടതി വിധി സർക്കാർ അനുകൂലമാണെങ്കിൽ പോലും ഗവർണറെ വീണ്ടും ഗവർണറുമായി ഒരു പോരിന് പോകാതെ ഒരു സമവായത്തിന്റെ പാത തുറക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സർക്കാർ ഉടൻ തന്നെ ഒരു പാനൽ കൈമാറിയിരിക്കില്ല. ഗവർണറുമായി ഒരു ചർച്ചയ്ക്കുള്ള വഴി കൂടി സർക്കാർ തുറന്നിരുന്നു വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും മന്ത്രിമാർ വീണ്ടും ഗവർണറെ കാണുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ സുപ്രീം കോടതിയിൽ പോകാനുള്ള തീരുമാനം ഗവർണറും പിൻവലിച്ചേക്കാം. ഗവർണറും സർക്കാർ നീക്കം എന്ത് എന്ന് വിലയിരുത്തുന്നു. ഇന്ന് അല്ല നാളെ സുപ്രീം കോടതിയിൽ പോകാനാണ് രാജ്ഭവൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവിടെ ഒരു സമവായത്തിന്റെ സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വരുന്നതെന്ന സംശയമുണ്ട്. സർക്കാർ കേന്ദ്രങ്ങളും രാജ്ഭവൻ ഇതുവരെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതാണ് അതിലൊരു ആശയക്കുഴപ്പത്തിന് കാരണം. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് വി അരുൺ നൽകിയത്.